ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി ടീൽസ്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 7 ഓഫ് സ്കിൻ കെയർ സീരീസാണ്. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിറംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും സിറം. അതായത് അത് എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് യൂസ് ചെയ്യാം, പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ള സിറംസ് യൂസ് ചെയ്യണം, അതുപോലെ ഒത്തിരി ഡൗട്ട്സ് നമുക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സിറം എന്ന് പറയുന്നത് ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള മേജർ സ്കിൻ കൺസേണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും സിറം എന്ന് പറയുന്നത്. ആൻഡ് സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മാൻഡേറ്ററി അല്ല. അതായത് നമുക്ക് മേജറായിട്ട് സ്കിൻ കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സിറം എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, നമുക്ക് സിവിയർ ആയിട്ടുള്ള സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് ഡയറക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള സ്കിൻ കൺസേൺ വേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിറംസ് എപ്പോഴും നമുക്കൊരു നോർമൽ രീതിയിലുള്ള സ്കിൻ കൺസേൺ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് സിറം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇപ്പം നമുക്ക് ആക്റ്റീവ് ആക്നീസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഫോർ ഹെഡ് ബംസ് ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഇഷ്യൂ എങ്കിൽ നമ്മളൊരു സിറം ചൂസ് ചെയ്യുമ്പോൾ സാലിസൈക്ലിക് ആസിഡ്, നിയാസിനമൈഡ് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാനായിട്ട്. അപ്പോൾ സാലിസൈക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലോഗായി കിടക്കുന്ന പോർസിനെല്ലാം അൺക്ലോഗ് ചെയ്യാനും ആക്നേസിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിയാസിനമൈഡ് വന്നിട്ട് റെഡ്നെസ്, ഇറിറ്റേഷൻ ഇതൊക്കെ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പിന്നെ ഓയിൽ റെഡ്യൂസ് ചെയ്യാനും ഇതിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്പായ പിമ്പിൾസ്, അതായത് പൊട്ടിയ പിമ്പിൾസ് മുഖത്തുണ്ടെങ്കിൽ സിറംസ് അതുമേ യൂസ് ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ അതിനെ കൂടുതൽ ഇറിറ്റേറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ മാർക്സ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ ഇഷ്യൂ എങ്കിൽ നമ്മളൊരു സിറം ചൂസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ നിയസിനമൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനത്തെ സിറംസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓവർ ടൈം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഈ ആക്നെ മാർക്സിൻ്റെ ഒക്കെ ഫേഡ് ആക്കാനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റിംഗ് സിറംസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹൈഡ്രേറ്റിംഗ് സിറംസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോണിക് ആസിഡ്, പാന്തനോൾ, ഗ്ലിസറിൻ ഇതൊക്കെയാണ് ഹൈഡ്രേറ്റിംഗ് സിറംസിൽ വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള മോയ്സ്ചറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഈ ഒരു സിറം ഒരു ചെറിയൊരു നനവുള്ള, അതായത് സ്ലൈറ്റ്ലി ഡാം സ്കിന്നിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട്സ് തരാൻ പോകുന്നത്. പിന്നെ ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഡൾ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടെക്സ്ചർ ആണുള്ളതെങ്കിൽ ഒന്നല്ലെങ്കിൽ AHA അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഈ ഇൻഗ്രീഡിയൻസ് ഉള്ള സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഈ കാറ്റഗറിയിൽ എപ്പോഴും നമുക്ക് എക്സ്ഫോലിയേറ്റിംഗ്, അതായത് ജെൻറ്റിൽ എക്സ്ഫോലിയേറ്റിംഗ് സിറംസ് ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ സിറംസ് ഡെയിലി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി മാക്സിമം ട്വൈസ് ഇത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ ലൈറ്റ് ആയിട്ടുള്ള എക്സ്ഫോലിയേറ്റിംഗ് ഏജൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്നും ഫേസിൽ എക്സ്ഫോലിയേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിറം വാങ്ങുന്ന ടൈമിൽ നമ്മൾ എന്താണ് നമ്മുടെ സ്കിൻ കൺസേൺ അതിനനുസരിച്ച് എന്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കണം എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നീട് വാങ്ങുന്ന ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു സിറം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏജ് കാറ്റഗറിയാണ്. സിറം നമുക്ക് എത്ര ഏജ് തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. സോ ജനറലി ഒരു സിറം എന്ന് പറയുന്നത് ഒരു 18 to 20 ആൻഡ് എബവ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു ടീനേജ് സ്കിന്നുകാർക്ക് സിറംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും സിവിയർ ആയിട്ടുള്ള വല്ല സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് സ്കിന്നിനെ വെറുതെ കൂടുതൽ ഇറിറ്റേറ്റ് ആക്കണേക്കാളും നമ്മളൊരു പ്രൊഫഷണൽ കെയർ എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് 18 to 20 എന്ന് പറയാൻ കാരണം അതിന് മുന്നുള്ള സ്കിന്ന് ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു സ്കിന്നായിരിക്കും. അപ്പോൾ അതിൽ ഈ സിറം ഓൾറെഡി ഒരു സ്ട്രോങ് പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 18 to 20 എബവ് ഉള്ളവർ സിറംസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. So that's all for today's video. Thank you guys for watching. Love you. Bye.